ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഓക്കെ, ഞാൻ മറന്നുപോയി. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 പ്രോബ്ലം ചെയ്തു. ഇനി 2 പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ഒന്ന് കർവാവും. ഓക്കെ, anyway, from the following particulars relating to Mr. Mahesh, compute his total income for the assessment year 2024-25 if he has resident of India, resident of India and non-resident of India. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മിസ്റ്റർ മഹേഷിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2024-25 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ വരുന്നിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിൽ നിന്ന് കിട്ടിയ അഗ്രികൾച്ചറിലാണ്. അപ്പോൾ ഇത് ഇന്ത്യ ആയിട്ട് ഇത് എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. അങ്ങനത്തെ കേസ് നമ്മൾ ഓർഡിനറിയിൽ മാത്രം എന്ത് കൊടുക്കുക, ടാക്സ് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം പിന്നെ പ്രോബ്ലം പറയാം കേട്ടോ. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ദുബായ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ 20,000. ദിസ് ബാലൻസ് ഈസ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അതായത് ദുബായിലുള്ളൊരു ബിസിനസ്സാണ്. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20,000 രൂപയാണ്. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് വരിക, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും വരും. കാരണം ബിസിനസ് ഉള്ളത് ദുബായിലാണ്, ഓക്കെ, പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും വരും. പിന്നെ ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയാണ് ഇവിടെ ഇൻകം, ആ ഒരു ഇതിൻ്റെ എന്ന് പറയുന്നത് ഇൻകം ഫ്രം എ ട്രാൻസ്ഫർ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ആ ഒരു അസറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മൾ ഏതിനൊക്കെ കൊടുക്കണം, 3 എണ്ണത്തിനും, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും നമ്മൾ 40,000 രൂപ ടാക്സ് അടയ്ക്കണം. ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് ഈ കമ്പനി ഇൻ ഫ്രാൻസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇവിടെ ഈ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കണ്ടാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, 27,000 രൂപ നമ്മൾ 3 എണ്ണത്തിലും അടച്ചോളാം. ഓക്കെ, പിന്നെ റോയാലിറ്റി റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇവിടെയും അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിലാണ് അത് റിസീവ് ആയിട്ടുള്ളത്, റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ 15,000 രൂപ നമ്മൾ 3 അങ്ങ് അടച്ചോളാം. റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കരുത്. ഓക്കെ, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ ബീങ് കൺട്രോൾഡ് ഫ്രം ഇറ്റലി ₹20,000 were remitted to ഇറ്റലി. അതായത് മുംബൈയിലുള്ള ഒരു ബിസിനസ്, അതായത് ഇന്ത്യയിലാണ് ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, മുംബൈയാണ്. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ്, ഇറ്റലിയിലാണ്. എനിവേ അതിൻ്റെ സോഴ്സ് എവിടെയാണ്, മുംബൈയിലാണ്. സോ സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3ലും ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും ടാക്സ് അടയ്ക്കുക. ഈ സോഴ്സ് ഇന്ത്യയിലാണെന്ന് കണ്ടാൽ, അതുപോലെ തന്നെ റിസീവ് ചെയ്തു ഇന്ത്യയിൽ നിന്നൊന്ന് കണ്ടാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കരുത്. അത് എങ്ങോട്ടുള്ളതാണ്, 3ലോട്ടും, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലോട്ടും ഉള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ UK ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഹാഫ് ഓഫ് വിച്ച് റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹10,000. അതായത് UK ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതാണ് 10,000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, കാരണം അത് ഇന്ത്യയുമായിട്ട് ഇതിന് വലിയ കണക്ഷനൊന്നുമില്ല, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, അതിൻ്റെ ഒന്നും പറയുന്നില്ല. അത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് UK സെക്യൂരിറ്റീസ്, അതിൻ്റെ പ്രൈസാണ് ഈ 10,000 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർഡിനറിയിൽ കൊടുക്കുക, കാരണം ഇന്ത്യയുമായിട്ട് ഇതിന് കണക്ഷനൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലോട്ട് അയക്കുന്നുണ്ട്, 5,000 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും 5,000 രൂപ വെച്ച് അങ്ങ് കൊടുക്കണം. പിന്നെ പ്രോഫിറ്റ് സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ. അതായത് ഇന്ത്യയിലുള്ള ബിൽഡിംഗ് ആണ് വിറ്റത്, ക്യാഷ് കിട്ടിയത് പാകിസ്ഥാനാണ്, പക്ഷേ ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും, 3ലും നമ്മൾ എന്ത് ചെയ്യണം, 10,000 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിവേ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നെറേഷൻ എഴുതുന്ന പോലെ ജസ്റ്റ് പെർട്ടിക്കുലറിന് അതിന് ഒരു കോളം, പിന്നെ 3 എമൗണ്ട് കോളം, ഓർഡിനറി, നോട്ട് ഓർഡിനറി ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് ഡീറ്റെയിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ശ്രീലങ്കയത്തെ ഇൻകമാണ്, ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല, അപ്പോൾ ഓർഡിനറിയിൽ മാത്രം കൊടുക്കുക. ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഓർഡിനറിയിൽ മാത്രം കൊടുക്കുക. പിന്നെ ഇതിലെന്താ പറയുന്നത്, ദുബായിലാണ് ആ ബിസിനസ് ഉള്ളത്, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മൾ ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും കൊടുക്കണം. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലാണെന്ന് കണ്ടാൽ. പിന്നെ ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇവിടെ ലോങ് ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ സിറ്റുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ 3ൽ എന്ത് ചെയ്യുക, ക്യാഷ് അടയ്ക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി ഇൻ ഫ്രാൻസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ആലോചിക്കരുത്, നേരിട്ട് 3 ആക്കം കൊടുക്കുക. പിന്നെ റോയാലിറ്റി റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യ.
റോയൽറ്റി അത് റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. സോ 3 ആക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ ബീങ് കൺട്രോൾഡ് ഫ്രം ഇറ്റലി. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയാണ്. കാരണം ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലാണ് ഉള്ളത്. ഈ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യത്തെ അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് 3 ആക്കും അങ്ങ് കൊടുക്കുക. ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ UK ഗവൺമെൻറ് സെക്യൂരിറ്റി ഹാഫ് ഓഫ് വിച്ച് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് UKത്തെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എത്ര രൂപയാണ്? 10,000 രൂപയാണ് പറഞ്ഞത്. അതിന് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, 10,000 രൂപ. അത് മാത്രമായിരുന്നെങ്കിൽ നമുക്കിത് മാത്രം ഈ ഒരു കോളം മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഹാഫ് ഓഫ് വിച്ച് ഇന്ത്യയിലാണ് കിട്ടുന്നതെന്ന്. അതിൻ്റെ പകുതി ക്യാഷ് നമുക്ക് ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 10,000 രൂപയുടെ 5,000 രൂപ രണ്ടുപേർക്കും കൊടുക്കുക. ഇതിനൊക്കെ നോട്ട് ഓർഡിനറിക്കും നോൺ റെസിഡൻറ്റിനും. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ പാകിസ്ഥാൻ. ഇവിടെയും ഈ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ക്യാഷ് കിട്ടുന്നത് എവിടെയോ ആയിക്കോട്ടെ, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ 3 പേർക്കും അങ്ങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ 3 ഈ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെത് ഇവിടെയും ഇതിൻ്റെത് ഇവിടെയും ഇതിൻ്റെ ഇവിടെ എഴുതുക. ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻസ് ശരിയല്ല കേട്ടോ. കാരണം ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ഐ തിങ്ക് ശരിയല്ല, എന്തോ മനക്കണക്കായിട്ട് അങ്ങനെ എന്തോ കൂട്ടിയതാണ്. ഐ തിങ്ക് അത് ശരിയല്ല അത്. ഓക്കെ, ഇനി ശരിയാണോന്ന് അറിയില്ല. എനിവേ അതെന്തോ എങ്ങനെയോ അങ്ങ് എഴുതി പോയതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ശരിയാണ്, പക്ഷേ ആ കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ഇത് ശരിയല്ല എന്ന് തോന്നുന്നു. മേ ബി ശരിയായേക്കാം, അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. എൻ്റെ ആൻസർ ഞാൻ വേറെ ഒരാളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്ത് പൊട്ടത്തിട്ടാക്കി വെച്ചതാണ്. ഓക്കെ, എനിവേ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടെ നോക്കാനുള്ളൂ. അപ്പോൾ ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെറിയൊരു പോർഷൻ അങ്ങ് നോക്കാം. പിന്നെ ടെക്സ്റ്റിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സിലബസിൽ എന്തോ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയ മാറ്റമൊന്നുമില്ല. ഇനി എന്തൊക്കെയോ കുഞ്ഞു പോയിൻറ്റ്സ് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ ടെക്സ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം വീഡിയോ ആയിട്ട്. ഓക്കെ. എനിവേ ഇത് ആൻസർ തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ എമൗണ്ടിൽ എഴുതിയത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതാണ് കേട്ടോ. ഞാൻ പിന്നെ കൂട്ടാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, മിസ്റ്റർ പ്രകാശ് പ്രൊവൈഡ് ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. കാൽക്കുലേറ്റ് ദ ഇൻകം വിച്ച് ഈസ് ലയബിൾ ടു ബി ടാക്സ്ഡ് ഓൺ ഇന്ത്യ ഫോർ ദി assessment year 2024-25, assuming that he is an ordinary resident, he is not ordinary resident and he is an non-resident. മിസ്റ്റർ പ്രകാശിൻ്റെ 2024-25 ആണ് ഇവിടെ അസസ്മെൻറ്റ് ഇയർ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓർഡിനറി റെസിഡൻറ്റ്. 3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. എനിവേ ഫസ്റ്റ് പറയുന്നതാണ് സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം എ ഫോർമർ എംപ്ലോയർ ഓഫ് യുകെത്തെ ഒരു എംപ്ലോയറാണ്. ഓക്കെ, എമൗണ്ട് റിസീവ് ആവുന്നത് ഇന്ത്യയിലാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? 3 എണ്ണത്തിൽ ഈ 1,40,000 കൊടുക്കണം. റിസീവ് ആവുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇൻകം ഫ്രം ദി ടീ ബിസിനസ് ഇൻ നേപ്പാൾ ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ടീ ബിസിനസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. പക്ഷേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത് ഇന്ത്യയിലായതുകൊണ്ട് ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ് ഇൻ കാനഡ 1/3 റിസീവ്ഡ് ഇൻ ഇന്ത്യ 30,000. അതായത് കാനഡയത്തെ ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണ് 30,000 രൂപ. ഇത് ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പം 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡിനറിയിൽ കൊടുക്കണം. ഓക്കെ, അതിൻ്റെ 1/3 ഇന്ത്യക്ക് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 1/3 എന്ന് പറയുമ്പോൾ 30ൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 30നെ 3 ഭാഗമാക്കിയാൽ ഒരു ഭാഗം, 30ൽ 1/3. അതാണത്. 1/3 എന്ന് പറയുമ്പോൾ എത്ര? 10,000 രൂപ. 10,000 രൂപ നമ്മൾ ഇന്ത്യക്ക് അടയ്ക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും 10,000 രൂപ വരും. ഓർഡിനറിയിലും 30,000. ഓർഡിനറിയിൽ 30,000 വരെ എങ്ങനെയാണ്? കാരണം ഇതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഒരു കാര്യം ഇന്ത്യയിലില്ല. അപ്പോൾ 30,000 രൂപ ഇതിപ്പോൾ ഇവിടെ 1/3 ഇന്ത്യയിലോട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 1/3 ഇന്ത്യയിലോട്ട് കൊടുത്തിട്ടുണ്ട്, അല്ല കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? 30,000ൻ്റെ 1/3 നമ്മൾ നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും കൊടുക്കണം. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ കൺട്രോൾഡ് ഫ്രം UK. അതായത് ഇന്ത്യയിലാണ് അതിൻ്റെ സോഴ്സ് വരുന്നത്. ആ ബിസിനസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതിൻ്റെ കൺട്രോൾ എവിടെയായാലും. അങ്ങനെയാകുമ്പോൾ 1,00,000 രൂപ നമ്മൾ 3 പേർക്കും കൊടുക്കണം. ഓക്കെ, ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റ്. കാരണം എന്താ? അതിൻ്റെ സോഴ്സ് വരുന്നത് ഇന്ത്യയിലാണ്. പിന്നെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ ഓഫ് 2004
ആൻഡ് 5 ഫ്രം എ ബിസിനസ് ഇൻ ടോക്കിയോ റിമിറ്റഡ് ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലോട്ട് അയച്ചതാണ് ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ, 2004 2005 പ്രോഫിറ്റാണ്, അതായത് പാസ്റ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് പറയിട്ട് വയ്ക്കുക. ഓക്കെ. ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ USA. എനിവേ നമ്മൾ 3 പേർക്കും കൊടുക്കണം. കാരണം എന്താ, ആ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്, റിസീവ് ചെയ്യുന്നത് USA ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ സോഴ്സ് ഇന്ത്യ ആയതുകൊണ്ട് 3 കൊടുക്കണം. പിന്നെ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ബട്ട് റിസീവ്ഡ് ഇൻ ഡൽഹി. അതായത് റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 1,50,000 രൂപ 3 പേർക്കും കൊടുക്കണം. പിന്നെ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. ഇതിൽ ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും വരുന്നില്ല. സോ ഓർഡിനറിയിൽ മാത്രം 2,50,000 കൊടുത്താൽ മതി. പിന്നെ ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ സൗദി ബട്ട് കൺട്രോൾഡ് ഫ്രം ടർക്കി. ഇവിടെ അതുപോലെ തന്നെ ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 10,000 രൂപ നമ്മൾ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക കേട്ടോ. സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യൻ ഫോർമർ എംപ്ലോയർ 1,40,000. കാരണം ഇവിടെ എംപ്ലോയർ പറഞ്ഞിട്ടുള്ളത് എവിടുത്തെ, UK എംപ്ലോയർ ആണ് ആയിക്കോട്ടെ, പക്ഷേ സാലറി കിട്ടുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ 1,40,000 വരും. പിന്നെ ഇൻകം ഫ്രം ദി ബിസിനസ് ഇൻ നേപ്പാൾ. കൺട്രോൾ വരുന്നത് ഇന്ത്യയിലാണ്. ബിസിനസ് എവിടെയാണ്, നേപ്പാളിലാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ വരുന്നത് ഇന്ത്യയിലായതുകൊണ്ട് ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ് ഇൻ കാനഡ. അതായത് ഈ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ഇൻ കാനഡ വരെ ആയിരുന്നു എങ്കിൽ നമുക്കിത് മാത്രം മതിയായിരുന്നു, ഇങ്ങോട്ട് പോവേണ്ടിയിരുന്നില്ല. പക്ഷേ ഇവിടെ 1/3 റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. 1/3. അപ്പോൾ 1/3 30,000-ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 10,000 രൂപ. അപ്പോൾ നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും കൊടുക്കണം. ഓക്കെ. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ കൺട്രോൾഡ് ഫ്രം UK. അതായത് ഇന്ത്യയിലെ ബിസിനസ്സാണ്, അത് കൺട്രോൾ ചെയ്യുന്നത് UK-യിലാണ്. കൺട്രോൾ എവിടെ ചെയ്താലും അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ 3 പേർക്കും 1,00,000 രൂപ കൊടുക്കണം. എൻ്റെ 4ാമത്തെ അങ്ങനെയാണ് പറയുന്നത്, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ കൺട്രോൾഡ് ഫ്രം UK. അത് പിന്നെ 5ാമത് പറയുന്നതാണ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ഓഫ് 2000. അത് പാസ്റ്റ് പ്രോഫിറ്റാണ്. കാരണം 2004 2005 ഇവിടെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. സോ അത് പാസ്റ്റ് പ്രോഫിറ്റാണ്, ജസ്റ്റ് ലൈൻ ഇട്ട് വയ്ക്കുക. ഓക്കെ. ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. പ്രോപ്പർട്ടി ഇന്ത്യയിലാണ്, റിസീവ് ചെയ്യുന്നത് എവിടെയോ ആയിക്കോട്ടെ, 3 കൊടുക്കണം. ഓക്കെ. ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ബട്ട് റിസീവ്ഡ് ഇൻ ഡൽഹി. അതായത് പ്രോപ്പർട്ടി ലണ്ടനിലാണ്, പക്ഷേ റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഡൽഹി ഇന്ത്യയല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 കൊടുക്കണം. റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ 3 കൊടുക്കണം. ഓക്കെ. ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഇന്ത്യയായിട്ട് ഇതിന് ഒരു കണക്ഷനും ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതി. നെക്സ്റ്റ് അത് തന്നെയാണ് പറയുന്നത്, ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ ജാമ്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ടർക്കി. ഇവിടെ ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഡിനറിയിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ പട്ടിക വരച്ചെഴുതുക, എന്നിട്ടത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ പ്രോബ്ലം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം 4 പ്രോബ്ലം നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെറിയൊരു ഭാഗം കൂടിയുള്ളൂ, അത് ഞാൻ തിയറി ആയിട്ട് തീർക്കാം. ഓക്കെ. താങ്ക് യു.